താര കല്യാൺ, മകള് സൗഭാഗ്യ. ആ ഫാമിലി മൊത്തം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ ആൻഡ് ട്രെൻഡിങ് ആണ്. എസ്പെഷ്യലി സൗഭാഗ്യ എന്താ പറയുക, ഈ ഒരു സോഷ്യൽ മീഡിയ ബൂം വരുന്ന ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഭയങ്കരമായിട്ട് റീൽസ് ലിപ്സിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നല്ല ഫെയിമിലുള്ള ഒരാളാണ് സൗഭാഗ്യ. താര കല്യാൺ ആക്ട്രസ്സാണ്. അവരുടെ അമ്മ താര കല്യാണിൻ്റെ മദറിന് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു, മുത്തശ്ശി. അപ്പം അങ്ങനെ ഇവർ എല്ലാ മലയാളികൾക്കും അറിയുന്നൊരു ഫാമിലിയാണ്. അപ്പോൾ ഈ അടുത്തൊരു റീല് ഇവിടെ സൗഭാഗ്യയുടെ ഹസ്ബൻഡായ അർജുൻ ഇവരുടെ ഒരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ സമയത്ത് അവിടെ പോയിട്ട് ഫണ്ണായിട്ട് ഇങ്ങനെ അവരെന്തോ തമാശയൊക്കെ പറഞ്ഞിട്ട് താര കല്യാണിൻ്റെ ഫേസിൽ ഒരു കടി വെച്ചു കൊടുത്തു. വിഷയം മാറിയില്ലേ മക്കളെ. കമൻറ്റ് ബോക്സിനകത്ത് സദാചാരം മൂത്ത് നടക്കുന്നവർ എന്തൊക്കെ തന്തയില്ലായ്മയാണ് പറഞ്ഞ് എഴുതിയിട്ടെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഈ സൈഡിൽ പ്ലേ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അവരുടെ ഒരു ഫാമിലി വൈബ് ആൻഡ് ഫണ്ണ് തന്നെ ഇങ്ങനെയാണ്, മനസ്സിലായോ? ഇപ്പം എല്ലാ ഫാമിലിയിലും മരുമക്കൾ എസ്പെഷ്യലി ആണുങ്ങൾ നേരെ വീട്ടിൽ വരുന്നു, മറ്റേ കോട്ടും സൂട്ടും ടൈയൊക്കെ ഇടുന്നു, ഒരു സൈഡിൽ പോയിരിക്കുന്നു, അമ്മയമ്മേ. ഈ വൈബിലൊന്നും ആയിരിക്കില്ല, മനസ്സിലായോ? അവരുടെ ഫാമിലി ബോണ്ടിങ് അതെന്താ നമുക്കറിയൂ? അറിയില്ല. അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ ഇത് കഴപ്പാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അമ്മയും മകളെയും എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്ന തന്തയില്ലാത്തരം പറയുന്നവന്മാരോട് 10 പറയണമെന്ന് തോന്നി. ഓക്കെ, ഈ സൈഡിൽ പ്ലേ ചെയ്ത് കാണിച്ചു തന്നെയാണ് ഈ ഒരു വിഷയം ഉണ്ടായ ആ ഒരു റീൽ വീഡിയോ. ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവൻ അമ്മായിയമ്മയും മോളെയും പൂശു. പ്രവീൺ കെ, എൻ്റെ നാട്ടുകാരും പൂശു ഈ ചറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാൽ. എടി, ഒരാൾ അയാളുടെ അമ്മായിയമ്മേനെ സ്വന്തം അമ്മയെ പോലെ കണ്ട് ഇതേപോലെ അവരത്ര ഫ്രീ ആയിട്ട് ഇടപഴകുന്നുണ്ടെങ്കിൽ അതിലൊരു കഴപ്പ് എലമെൻ്റ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊന്നാര മോനെ, നാളെ എൻ്റെ മക്കളൊക്കെ എൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി പേടിക്കണ്ടല്ലോ പ്രവീണെ, അല്ലേ? എൻ്റെ പെരക്കാരൊക്കെ എങ്ങനെ എൻ്റെ ഒപ്പം ജീവിക്കണമെങ്കിൽ ഞാനത് ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലും അവൻ്റെ പൂശലും അവൻ്റെ മുക്കലും അങ്ങനെ കുറേ പൂശി മറ്റേ മക്കൾ കുറേ എണ്ണുണ്ട്. വേറെ അടുത്ത് ഇതൊന്നും അത്ര നല്ലതായി തോന്നുന്നില്ല. നാളെ കൂടെ കിടക്കുമ്പോഴും പറയണം സീ മോർ. ഇത് ഈ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേക തരം സാധനമാണ് ഈ സീ മോർ. അതിന് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അടിക്കൊന്നും കാണില്ല. സീ മോർ എന്ന് പറഞ്ഞിട്ടിട്ട് ചുമ്മാ ഇട്ടിട്ട് പോകും. ഇതിപ്പോൾ ഇവൻ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എഴുതിയിടുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അതായത് ഇതിനകത്തും ഈ പറഞ്ഞ പോലെ എന്തോ ഒരു അമ്മായിമ്മയും മരുമോനും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഇത് എഴുതി ഇടുന്നവരുടെ മുന്നിക്ക് ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, അർജുൻ വന്നിട്ടുണ്ട്. അർജുൻ ഒരു ബൈറ്റ് എടുക്കാമേ കൊടുത്തിട്ടുണ്ട് ഒരു ബൈറ്റ്. നമുക്ക് ഒരുപാട് ബൈറ്റ്സ് വേണം. ഇപ്പൊ വൻ ചാനലും വൻ ബ്ലോഗറും ഒക്കെയാണ് ചേട്ടാ. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ്, മോണിറ്റൈസേഷൻ, എന്താണ് ഞാൻ പറയണ്ടത്? ചേട്ടാ നമ്മുടെ കണ്ടതാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം അമ്മ മൊത്തം. എന്താണ് ഞാൻ പറയണ്ടത്? നമ്മുടെ പ്രേക്ഷകർക്കല്ലേ ഒത്തിരി പേർക്ക് അർജുനെ ഇഷ്ടമല്ലേ? എല്ലാരും ഫാൻസാണ് അർജുന്റെ. ഞാനിങ്ങനെ നിങ്ങളെയൊക്കെ കാരണമാണ് അവർ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ല, പിന്നെ സത്യമായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്, അല്ലേ? അത് പറ മക്കളെ. താര കല്യാണിന്റെ മരുമോൻ എന്നുള്ളത് മാറി അർജുൻ ശേഖറിന്റെ അമ്മയമ്മ പറയപ്പെടുന്ന ഒരു കാലത്തിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താര എളിമ വാരി എറിഞ്ഞ് അവിടെ അത് ഓവറാക്കണ്ട. ഞങ്ങളെല്ലാവരുടെയും സൗഭാഗ്യമാണ് അർജുൻ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ അവരുടെ കുട്ടിയുടെ ബർത്ത്ഡേ, എനിക്ക് ഫസ്റ്റ് ബർത്ത്ഡേ അങ്ങനെ എന്തോ സെലിബ്രേഷനാണ്. ഇതിനകത്തൊക്കെ കണ്ടോ ഇവർ തമ്മിലൊരു റാപ്പോ ഇവർ തമ്മിലൊരു ബോണ്ട് ഇങ്ങനെയാണ്, മനസ്സിലായോ? അപ്പം പിന്നെ അതിനടിയിൽ ഇപ്പം ഈ വന്ന് ഇതൊന്നും ചിലപ്പോൾ പലരും ഇത് കാണില്ല, ചിലപ്പോൾ ഇത് പലരും റെഫർ ചെയ്യില്ല. ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്ന സമയത്ത് അമ്മായിയമ്മയും മരുമകൻ അമ്മായിയമ്മയെ കടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, പൊതുസ്ഥലത്ത് വെച്ച് പബ്ലിക്കായി എന്നൊക്കെ പറഞ്ഞ് എന്തിനിടയിൽ ഇവിടെ സ്വന്തം ഭാര്യനെ കഴിഞ്ഞ വട്ടം ഒരു കല്യാണത്തിന് പോയപ്പോൾ ലിപ് ലോക്ക് ചെയ്ത് എനിക്ക് എന്തൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ച് കമൻറ്റുകളുണ്ട്. ഒരിക്കലും അമ്മായിയമ്മയും മരുമകളും ഇങ്ങനെ ആകില്ല, പ്രത്യേകിച്ചു ആൺമക്കൾ.
കഷ്ടം. പൊതുവേദിയിൽ ഇങ്ങനെയാണെങ്കിൽ വീട്ടിൽ അജീഷ് ദാമോദരൻ അല്ല, അജീഷ് ദാമോദരൻ്റെ വീട്ടിലെ കാര്യം എല്ലാ വീട്ടിലും നടക്കുന്നുള്ളതാണോ അജീഷ് ദാമോദരൻ ഉദ്ദേശിച്ചത്? അതിനിപ്പോൾ ഇവർ വീട്ടിൽ എന്താ നടക്കണമെന്ന് അജീഷ് ദാമോദരന് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിലൊന്ന് പോയി നോക്കാം. എന്തായാലും നേരാവണ്ണം തന്നെ വീട്ടിൽ വരാനും കയറ്റില്ല. ഈ കമൻ്റൊക്കെ കിട്ടുന്ന ഇമാതിരി മെൻറ്റാലിറ്റി ഉള്ള ഒരാളെ എന്നെ നേരാവണ്ണം വീട്ടിൽ കയറ്റില്ല. മതിൽ ചാടി എനിക്ക് പോകാനും പറ്റില്ല. അതിനോട് ഇഷ്ടംപോലെ പട്ടികളുണ്ട്, കുണ്ടിക്ക് തുള വീഴും. അതുകൊണ്ട് അതും എന്നെ കൊണ്ട് പറ്റില്ല. എന്തപ്പോൾ വഴി എനിക്ക് ഇവർ വീട്ടിൽ നടക്കുന്നുള്ള അറിയാം അല്ലേ? ഏതവനൊക്കെ പെറ്റു വളർത്തിയ അമ്മയ്ക്ക് ഒരു അച്ഛനായ മകൻ എവിടെയെങ്കിലും ഇതുപോലെ കവിളിൽ കടിച്ചു എടുക്കുന്നത് എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതൂ. ഡൈന ചേച്ചിക്ക് ഇപ്പോൾ അതറിയാനായിട്ടാണ് ഏതെങ്കിലുമൊക്കെ ഒരു അച്ഛനോ മകനോ ഇതേപോലെ അമ്മയുടെ കവിളത്ത് കടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. നല്ല മക്കളും നല്ല ഹസ്ബൻഡും കിട്ടാത്തപ്പോൾ ഇതേപോലുള്ള കരച്ചിൽ കഴപ്പുകൾ വരും. മനസ്സിലായോ? ഇതൊക്കെ തോന്നും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബാക്കിയുള്ളവരുടെ ഫാമിലി നല്ല രീതിയിൽ പോകുന്നു, അവർ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു, അവരൊരു ലിമിറ്റ്സും വെക്കാതെ നല്ല രീതിയിൽ മിങ്കിളായിട്ട്. ഒരു അമ്മായിയമ്മേനെ മരുമോൻ സ്വന്തം അമ്മേനെ പോലെ കാണുക, അമ്മായിയമ്മ മരുമോനെ സ്വന്തം മകനെ പോലെ കാണുക എന്നൊക്കെ പറയുമ്പോൾ അത് കുറേ പേർക്കൊന്നും കിട്ടുന്ന ഭാഗ്യമൊന്നുമല്ല. മനസ്സിലായോ? അത് അങ്ങനെ ലക്ലി അവിടെ ആ ഫാമിലി അത്രയും അടിപൊളിയാണ് അവർ. അതിനിപ്പോൾ ഇത്ര കഴപ്പൂത്ത് കമൻറ്റിട്ട് എന്ത് കാര്യം? ദിസ് ഈസ് നോട്ട് ആൻ അപ്രോപ്രിയേറ്റ് ആക്ട് ഇൻ ടെമ്പിൾ പ്രിമൈസ്. You may kiss your wife at home. This act shows you are driven by lust. ഹേമന്ത് ഗൗഡ്. ഏതോ നോർത്തിയാ തോന്നുന്നു. ഈ ഹേമന്ത് ഗൗഡിനോട് ചോദിക്കാനുള്ളത്, ഈ അമ്പലത്തിൽ ഇങ്ങനത്തെ ഉമ്മ വയ്ക്കുന്ന ആക്ട് പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ അമ്പലത്തിൽ കൊത്തിവെച്ച ശില്പങ്ങൾ കണ്ടിട്ടുള്ളൂ. പകുതി തുണി എടുത്തിട്ടും പകുതി തുണി ഇല്ലാതെയും പകുതി കെട്ടിപ്പിടിച്ചും അർദ്ധ നഗ്നരായിട്ട് നിന്നിട്ടുള്ള ആലിംഗനം ചെയ്ത് പുണരുന്ന കുറേ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ സ്റ്റാച്യൂസൊക്കെ ഇതൊക്കെ വെച്ചിരിക്കുന്ന അമ്പലത്തിൽ തന്നെ അല്ലേ? അതൊന്നും അമ്പലത്തിൽ നിന്ന് വേറെ പുറത്തു കൊണ്ട് വെച്ച ഐറ്റം ഒന്നും അല്ലല്ലോ. അപ്പം പിന്നെ ഇത് ഒരു കാര്യം പറഞ്ഞാ, ഒരു അമ്മ മകൻ അല്ലെങ്കിൽ അമ്മ മക്കൾ ബന്ധം അതെവിടെ എങ്ങനെ ഷോ ചെയ്യണം എന്നുള്ളതിന് ലിമിറ്റ്സ് ഒക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണും കേൾക്കും ചെയ്യുന്നത് എൻ്റെ മക്കളെ. ഇനി ഞാൻ ഇവിടെ ഒരു വീഡിയോ കൂടിയും പ്ലേ ചെയ്യാം. ഓക്കെ, ഈ താര കല്യാൺ അർജുനെ കുറിച്ച് പറയുന്നത് എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, അവർ തമ്മിലുള്ളൊരു റാപ്പ് ഓൻ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഇവർ ഈ എഴുതി കൂട്ടിയ സാധനങ്ങളൊന്നും അല്ല. ചേട്ടാ ഓടിക്കോ. To be grandma. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം ഒരു അമ്മയ്ക്കും മകൾ തന്നെയാണ്. ഇപ്പോൾ ആ മകൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നുള്ളത് അതിലും വലിയ ഇരട്ടി മധുരമാണ്. എൻ്റെ മകൾക്ക് എന്താ പറയുക, അവൾ എനിക്ക് തന്ന സന്തോഷത്തിൻ്റെ ഒരു 100 ഇരട്ടി അല്ലെങ്കിൽ ഒരു 1000 ഇരട്ടി അല്ലെങ്കിൽ ഒരു കോടി അത്രയും പ്രാവശ്യം സന്തോഷം എൻ്റെ മകൾക്ക് അവളുടെ കുഞ്ഞിലൂടെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൾക്ക് കിട്ടും, കാരണം അത്രയും നല്ലൊരു കുട്ടിയാണ് എൻ്റെ മകൾ. അതുപോലെ നല്ലൊരു മരുമകനും എനിക്ക്. മരുമകൻ നല്ല കേട്ടോ, ഞാൻ പറയുന്നത് മകൻ തന്നെയാണ് പറയാറ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഇനി അങ്ങോട്ടൊരു ഫ്യൂച്ചർ നന്നാവട്ടെ. അവർ തമ്മിൽ അങ്ങനെയാണ്. അവർക്ക് മരുമകൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ മകനാണ് ഈ പറഞ്ഞ അർജുൻ. ബിക്കോസ് ഇവരുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് അർജുൻ ഡാൻസ് പഠിക്കാൻ വന്നതല്ലേ, ഡാൻസ് പഠിക്കാൻ വന്നതാണ് ഈ അർജുൻ. എവിടേക്കോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് അത് എഴുതിയിട്ടിട്ടുണ്ട്, പഴയ ഇൻ്റർവ്യൂസിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ടീച്ചർ എന്നുള്ള നിലയ്ക്കൊക്കെ ഈ അർജുന് താരാ കല്യാണിനെ അറിയാം. അന്ന് മുതലുള്ളൊരു ബന്ധമാണ്. മകളെ കല്യാണം കഴിച്ചതിന് ശേഷം സ്വന്തം മകനായിട്ട് തന്നെയാണ് താരാ കല്യാൺ അർജുനെ കാണുന്നതും അർജുൻ താരാ കല്യാണിനെ കാണുന്നതും. അത് ഈ നാട്ടുകാരുടെ ഈ പഴച്ച കണ്ണുകൂടി നോക്കുമ്പോഴാണ് വിഷയം. അമ്മ ആയാലും പെങ്ങളായാലും ഭാര്യയുടെ അനിയത്തി ആയാലും സഹോദരങ്ങളും ഭാര്യ ആയാലും അമ്മായി അമ്മ ആയാലും ഇനി സ്വന്തം മോളായാലും അടുപ്പത്തിനൊരു പരിധിയുണ്ട്. അതില്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ എന്ത് കോപ്പിന് എഴുതിയിട്ടാവോ? ഒരു പരിധി വിട്ടാൽ എല്ലാ വൃത്തികേട് തന്നെയാണ്. ചെറ്റത്തരമാണ് ഈ എഴുതിയിട്ടത്. എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ഒന്നും വീട്ടിലൊന്നും ഇങ്ങനെയുള്ള അടുപ്പം കണ്ടിട്ടില്ല. അപ്പോൾ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഈ തണ്ടി CCTV വെക്കാറുണ്ട്. മറ്റൊരു കൾച്ചർ ഉള്ളതായി എനിക്ക് അറിയില്ല. അത് പൊട്ടക്കുളത്തിലെ തവള പോലെ എവിടെയോ ഇരുന്നിട്ടാണ്, ഏതോ നൂറ്റാണ്ടിൽ ചിന്തിച്ച അങ്ങനെ തന്നെ. ഇതിപ്പോൾ കണ്ട വീഡിയോ കുറച്ച് ഓവറായി പോലെ തോന്നി. അത് നിനക്ക് മാത്രം. അങ്ങനെ വേണമെങ്കിൽ അവന്മാരുടെ മനോധർമ്മം അനുസരിച്ച് ചിന്തിക്കാം. അത് എൻ്റെ മനോധർമ്മം മനസ്സിലായല്ലോ. ഇപ്പോൾ പിഴപ്പ് എഴുതി പിടിപ്പിക്കേണ്ട. ചെറുപ്പം മുതൽ ഈ വീടുമായി അയാൾ
ജീവിച്ചു എന്ന കാരണം കൊണ്ട് അവരുടെ അടുപ്പം നമ്മൾക്ക് അറിയില്ല. അത് ശരി, ഒക്കെ വന്ന് തന്നെയാണല്ലോ എഴുതി കൂട്ടിയിട്ടുള്ളത്. പിന്നെന്ത് കോപ്പാണാവോ? ഇതുപോലെ ചെയ്യുന്നത് ശരിയല്ല. മരുമകൾ എങ്ങനെയോ എല്ലാ ബന്ധങ്ങളും അതിൻ്റേതായ കുറേ അകലങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്തായാലും മകളുടെ ഭർത്താവാണ്. ഏതും ഒരു പാകത്തിനാണ് നല്ലത്. ഓഹോ, ചേച്ചിമാരാണ് പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇനി അടുത്തൊരു കമൻറ്റ്, ലാസ്റ്റ് കമൻറ്റ്. അമ്മായിയമ്മ നിൽക്കുന്ന സ്ഥലത്ത് നിന്നില്ലെങ്കിൽ പിന്നെ മരുമകൾ കയറി മേയും. അത് ശരി, മരുമക്കൾ കയറി മേയും, അതും ഒരു ഫാഷൻ. ഇതിൽ കുറേ സ്ത്രീജനങ്ങളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കമൻറ്റ് തൊഴിലാളികളായിട്ട്. ഈ കമൻറ്റ് തൊഴിലാളികൾക്ക് അർജുൻ തന്നെ ഇതിന് മുമ്പ് കുറച്ച് എനിക്കൊന്നൊരു ടൈമിലോ വിഷു ടൈമിലിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം എൻ്റെ ഭാര്യയെ പറയണ ഒരുത്തൻ്റെ അടുത്ത് തിരിച്ച് കമൻറ്റ് ഇട്ട് നിൻ്റെ അമ്മയാണ്ട് അങ്ങനെയെന്ന് പറയുന്നത് എനിക്കുള്ള മനസ്സൊന്നുമില്ല. എനിക്ക് കാണുന്നത് ഞാൻ ചെവുക്കൽ അടിച്ചിരിക്കും എനിക്കതാണ് ഇഷ്ടം. അല്ല പോയി തിരിച്ചിരുന്ന് കമൻറ്റ് ചെയ്യണമെന്നോ. എനിക്ക് ഇങ്ങനെ ആക്കുമ്പോഴേ എനിക്ക് കൈയൊക്കെ വരാന്ന് പറയും. പക്ഷെ വോയിസ് മെസ്സേജ് ഇടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇതിന് വോയിസ് മെസ്സേജ് ഇട്ടേനെ. എന്നാലേ നമ്മളെ ഇമോഷൻ കറക്റ്റായിട്ട് അവിടെ എത്തുള്ളൂ. ചിലവൻ പറയുന്നത് മറ്റേ സൗഭാഗ്യരെ മറ്റവനെന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ പണ്ടവൻ്റെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. മക്കളെ ഇതാണ് അമ്മയുടെ മറ്റവൻ എന്നാണ് അച്ഛനെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അല്ലല്ലോ, സൗഭാഗ്യയുടെ ഹസ്ബൻഡ് എന്നുള്ളൊരു വാക്ക് പറയാൻ അവനെ അറിഞ്ഞുകൂടി. അവൻ്റെ കൾച്ചർ അതാണ്. നമ്മൾ അത് നോക്കിക്കൊണ്ടെന്ന് അതിൻ്റെ സമയമുള്ളൂ. നമ്മൾ അതിൽ നിന്ന് കളഞ്ഞിട്ട് നമ്മളെ കണ്ട് സ്നേഹിച്ചു വരുന്ന ഒരാളുടെ മെമ്മറി കൊണ്ട് തിരിച്ചു വരിക എന്നുള്ളതേ ഉള്ളൂ. ഇത് എല്ലാവർക്കുമേ ഉള്ള ഒരു സംഭവം തന്നെയാണ്. ശരിക്കും ഒരാണാണെങ്കിൽ അവനെ വിശ്വസിച്ച് വരുന്ന ഫാമിലിയിലെ മോളാണെങ്കിലോ ഭാര്യയാണെങ്കിലോ അമ്മയാണെങ്കിലോ അവൻ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിപ്പം എനിക്കിപ്പോൾ ഇതുപോലെ തിരിച്ച് കമൻറ്റ് ചെയ്യാൻ എനിക്ക് പറ്റൂല തന്നെയാണ്. കമൻറ്റ് ചെയ്യാൻ എനിക്ക് കമൻസിൽ കൂടെ റിയാക്ട് ചെയ്യാനൊന്നും പറ്റൂല. പിന്നെ ഈ പറഞ്ഞ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മളെ നല്ലതെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ. അപ്പോൾ നമുക്ക് അവരുടെ ഒരു എന്താ പറയുന്ന എക്സ്പെക്ടേഷൻ ലെവലിൽ നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് അർജുൻ അന്ന് ഇതേപോലെ കുറെ കമന്റുകൾ അവരുടെ ഏതോ ഒരു വീഡിയോ വന്നതിന് താഴെ പോയിട്ടുള്ള ചൊറി വർത്താനം പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യം ഇതൊക്കെ തന്നെ ഉള്ളൂ. അതായത് സോഷ്യൽ മീഡിയ ആണ്. എൻഡ് ഓഫ് ദ ഡേ ഈ കമന്റ് ഇടുന്നവരുടെ നിലവാരത്തിൽ ആളുകൾക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. പിന്നെ വളരെ മോശമായി വളരെ വൾഗറായിട്ട് വലിച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ ഇടുന്ന ആളുകളെയാണെന്നുണ്ടെങ്കിൽ മേ ബി എന്ത് ചെയ്യാം, പോയി കംപ്ലൈൻറ്റ് കൊടുക്കാം. അതിൻ്റെ കാര്യമൊന്നുമില്ല. കാരണം ഇവിടുത്തെ സൈബർ സിസ്റ്റം അങ്ങനെയാണ്. കമന്റ് ഇട്ടവനെ നോ യൂസ്, ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. വെരി റയർ ഓഫ് ദ റയറസ്റ്റ് കേസിൽ വേണമെങ്കിൽ ചിലപ്പോൾ ചിലരെ അറസ്റ്റ് ചെയ്യാം, ചോദ്യം ചെയ്യാം, അങ്ങനത്തെ പരിപാടി നടക്കുമായിരിക്കും. അല്ല വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും, അപ്ബ്രിങ്ങിങ് ഡിഫറെൻ്റ് ആയിരിക്കും, വളർത്തി വലുതാക്കുന്നതൊക്കെ വ്യത്യാസം ഉണ്ടാവും, ലൈഫ് കൾച്ചർ എല്ലാം വ്യത്യാസമായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ കിട്ടിയാലും എങ്ങനെയൊക്കെ നമ്മൾ വളർന്നാലും നമ്മളുടെ പാരൻസ് ആരാ? നമ്മളെ പാരൻസ്. ഇപ്പോൾ ഒരാണും ഒരു പെണ്ണ് നിങ്ങളെടുത്തോ, നമുക്ക് നമ്മളെ അച്ഛനമ്മമാർ കാണും. കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുടെ അച്ഛനമ്മമാരും നമ്മളെ അച്ഛനമ്മയാണ്, നമ്മളെ പാരൻസാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവരായിട്ട് നമ്മളൊരു ലിമിറ്റ് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഇത് റിട്ടേൺ ആയിട്ടുള്ള റൂൾ ബുക്കോ നിയമമോ കാര്യങ്ങളൊന്നും ഉണ്ടോ? ഇല്ലല്ലോ, എവിടെ ഇല്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പം പിന്നെ ഇതിന് ഒക്കെ ഒരാളുടെ എന്താ പറയുക, നമ്മുടെ ബോണ്ടിങ്, നമ്മൾ ഷെയർ ചെയ്യുന്ന സ്പേസ്, റിലേഷൻ, അതിൻ്റെ ഹാപ്പി മൊമെൻറ്റ്സ്, അതൊക്കെയാണ് ലൈഫ്. അല്ലാതെ ഇതിനകത്തൊക്കെ ഇങ്ങനെ ലിമിറ്റ് വെച്ചിട്ട് ചില ആളുകളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൺകുട്ടികൾ എസ്പെഷ്യലി അമ്മമാരെ തൊടില്ല, കെട്ടിപ്പിടിക്കില്ല, ഉമ്മ വയ്ക്കില്ല, അടുത്തു പോകില്ല. ചിലർക്കൊണ്ട് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ചിലരെ വാണ്ടഡ്ലി അവരെ പറഞ്ഞ് ആക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ വീട്ടിൽ. അങ്ങനെയൊക്കെയുള്ള കുറേ കേസുകളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പല ആളുകളോട്. എന്താ അറിയോ, ഹാപ്പിനെസ്സാണ് ഏറ്റവും അവസാന വാക്ക്. എനിക്ക് ഇവരുടെ റീല് കണ്ടിട്ട് ഇപ്പോൾ ഈ അർജുൻ താരാ കല്യാണം കടിച്ച സമയത്ത് എനിക്ക് ആ ഹാപ്പിനെസ്സാണ് കണക്റ്റ് ആയത്. ഓക്കെ, അവിടെ അവർ എന്ത് റിലേഷനാണ് അവർ തമ്മിൽ, അമ്മായിയമ്മ മരുമകനാണോ, ആള് പെണ്ണ്, നോ, അതൊരു ഹാപ്പി വൈറ്റാണത്. മനസ്സിലായില്ല? അപ്പം അങ്ങനത്തെ സിറ്റുവേഷനകത്ത് ആ ഹാപ്പിനെസ്സാണ് നമ്മളിലേക്ക് റീലിലൂടെ വരേണ്ടത്. ഈ ഹാപ്പിനെസ് കിട്ടാതെ ഭയങ്കരമായിട്ട് ലൈഫിൽ ഡ്രൈ ആയിട്ട് ലൈഫിൽ ഒരു തരത്തിലും ഒരാളെടുത്തും നമുക്ക് ഹാപ്പിനെസ് ഷെയർ ചെയ്യാല്ല, ഒരാളിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ഇതേപോലെ പിഴപ്പ് പിടിച്ച കുറേ കമൻറ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. അത്രയ്ക്കേ പറ്റൂ, ഈ എഴുതിയിലാലേ പറ്റുമല്ല. സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് ഇതൊന്നും ചോദിക്കാൻ ഒരാളോട് നേർന്നൊന്നും ചോദിക്കാനുള്ള ചൊപ്പയൊന്നും കാണില്ല. ഈ കൂമ്പൻകുട്ടിയൊക്കെ അത് വേറെ കാര്യം. അപ്പം പിന്നെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ട് പോവാം ഇതേപോലെ. അങ്ങനെ കുറേ ഡാഡിലെസ് മക്കൾ ഉണ്ട്. ഇല്ല, ഡാഡിലെസ് എന്ന് പറയുന്നില്ല, തന്തല്ലാതെ ആരും ജനിക്കില്ലല്ലോ. പല തന്തയ്ക്ക് പറഞ്ഞവർ കുറേ ഉണ്ട് കമൻറ്റ് ബോക്സിൽ.